അതിഗംഭീരമായിരിക്കുന്നു. കാരണം മലയാള സിനിമയിൽ ഗൗതം മേനോൻ ചേട്ടൻ ഇങ്ങനെ എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ പടം ഒരു ത്രില്ലിംഗ് മോഡലാണ്. ത്രില്ലിംഗ് എന്ന് വെച്ചാൽ നമ്മളെ എന്താവും എന്നൊരു ആവേശത്തിലാണ് നമ്മളിരിക്കുന്നത്. ഓരോ സീൻ കാണും തോറും വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഇതാവും ഇങ്ങനെ ആവുന്നു. പക്ഷേ ക്ലൈമാക്സ് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാരെ ക്യാരക്ടർ മമ്മൂട്ടി കമ്പനിയിൽ കിടിലായിട്ട് സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കുഴപ്പമില്ല, വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഇക്ക മാത്രമാണ് അടിപൊളിയായിട്ടുണ്ട്. ഇക്കടെ റോഡ് മാത്രം നൈസായിട്ട്. ഇതിവിടെ മാത്രം ചെയ്യാൻ മാത്രം വലിയ സംഭവമായിട്ട് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ച് പ്രെഡിക്റ്റബിൾ ട്വിസ്റ്റാണ്. ബട്ട് മെയിൻ ട്വിസ്റ്റിലേക്കുള്ള ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ. ബട്ട് പടത്തിന് വലിയ അങ്ങനെ എടുത്തു വരാനൊന്നും തോന്നിയില്ല. മമ്മൂട്ടി റോഡ് നന്നായിട്ട് ചെയ്തില്ല. മമ്മൂട്ടി അടിപൊളിയുണ്ട്, ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യും. മമ്മൂട്ടി മാത്രം രസമുണ്ട്. പുള്ളീനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പുള്ളിയുടെ രസമുണ്ട്. കഥ വലിയ സിമ്പിൾ സാധനം. അത് അത്ര ഇവിടെ വന്ന് എടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. മമ്മൂട്ടിയെക്കാളും വന്നാൽ വേറെ എല്ലാവരും ചെയ്തത്. പടം അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡിറ്റക്റ്റീവ് വേഷത്തിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെങ്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ നമ്മൾ പടത്തിൽ ഇന്നാവും. ബാക്കി കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഹാഫിലാണ്. അതുവരയ്ക്കും ഒരു ത്രസിപ്പിക്കുന്ന രീതിയിൽ എല്ലാം മിക്സ് ആക്കിയിട്ട ഒരു പെർഫോമൻസ് ഫസ്റ്റ് ഹാഫ് ഇല്ല. കൊള്ളാം.